പരിശുദ്ധ റമദാനാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകിയേ പറ്റൂ. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം തരും. അതിൽ ഒന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ദഅവത്തു സായിം, നോമ്പുകാരന്റെ പ്രാർത്ഥന. അപ്പൊ നമ്മൾ നോമ്പുകാരൻ എന്നുള്ളവർക്ക് നമുക്ക് ആ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യാൻ അവസരം കിട്ടിയതാണ്. ഇതുപോലെ തന്നെ ദഅവത്തുൽ മുസാഫിർ, യാത്ര പോകുന്ന ആളുകളുടെ പ്രാർത്ഥന. ഭൂമിയിൽ നിന്ന് യാത്ര പോകണമല്ല, ഒരു ജീവിതത്തിന്റെ വിശുദ്ധമായ യാത്ര ചെയ്യുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും, അത് തട്ടൂല. എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ സ്വീകരിക്കേണ്ടത് എന്റേതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു നിങ്ങളുടേതാകണം, അല്ലെ? ആഗ്രഹിക്കേണ്ടവയ്ക്കറിയില്ല, ആഗ്രഹിക്കണം. എന്റെ നമസ്കാരമായിരിക്കണം ഭൂലോകത്തെ ഏറ്റവും വിശുദ്ധമായ നമസ്കാരം. എന്റെ സക്കാത്തായിരിക്കണം മനുഷ്യന്മാർ നിർവഹിക്കുന്ന ഏറ്റവും വലിയ വിശുദ്ധമായ സക്കാത്ത് എന്റേതായിരിക്കണം. നമസ്കാരം, സക്കാത്ത്, നോമ്പ് നിർവഹിക്കുന്ന ഇബാദത്തുകളെല്ലാം മറ്റാരേക്കാളും വിശുദ്ധമായത് എന്റേതാവണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കണം. അതൊരു മനുഷ്യന്റെ ആഗ്രഹം, ഏറ്റവും വിശുദ്ധമായ. കാരണം അങ്ങനെ വിശുദ്ധമായത് മാത്രമേ അള്ളാഹ് കബൂലാക്കൂ. അതുകൊണ്ടാണ് വിശുദ്ധമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും നോമ്പ് വിശുദ്ധമായാൽ തീർച്ചയായും നമുക്ക് അതിനുള്ള പ്രതിഫലം ചെറുതല്ല, ഏറ്റവും വലുതാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ നിന്ന് ഓരോ ദിവസത്തെ നോമ്പിനും പ്രതിഫലം കൂടിക്കിട്ടണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ എന്താണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നോമ്പായി തീരാൻ നമ്മൾ ആഗ്രഹിക്കില്ല. അതിന് എന്ത് ചെയ്യണം? അങ്ങനായിത്തീരാൻ 30 ദിവസം കഴിഞ്ഞിട്ട് ആഗ്രഹിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല. അപ്പൊ അതിന്റെ മുമ്പ് നമുക്കൊന്ന് ആലോചിക്കാം, അല്ലെ? അപ്പോ ഏറ്റവും കൂടുതൽ നമ്മളുടെ പ്രതിഫലം ആയിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യം, ഒന്നാമതായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ ഒരു ആയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ആയത്ത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കണം. റമളാനിന്റെ നോമ്പിന്റെ രാപ്പകലുകൾ ഇദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യത്തെ പണി അതാണ്. ഏറ്റവും കൂടുതൽ മുന്തിയ പ്രതിഫലം നമ്മളുടെ നോമ്പിന് ലഭിക്കാൻ രാവും പകലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഒരു പ്രയാസമില്ലല്ലോ. ഇതൊക്കെ ആർക്കും വേണ്ടിയല്ല, അതങ്ങനെ നിർവഹിച്ചോണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളടുത്ത് പൈസ കണ്ടമാനം വന്നാൽ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ സദഖ കൊടുക്കാം, എത്ര വേണേലും വാരി കോരി കൊടുക്കുക. അതൊക്കെ നമുക്ക് അത്ഭുതം തോന്നും ഇല്ലാത്തവർക്ക്. ഉള്ളവൻ കൊടുക്കുമ്പോ അവനക്ക് അത് അത്ഭുതമല്ല തോന്നുന്നത്, അത് അവനക്കൊരു സന്തോഷമാണ്. അത്രമാത്രമല്ല വാരി കൊടുത്തിട്ടുണ്ടോ എൻ്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് അത് വാരിക്കോരി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ തത്വം മനസ്സിലായിക്കൊള്ളില്ല. അപ്പൊ നിങ്ങളുടെ തന്നെ പൈസ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നിങ്ങൾ സദഖ സക്കാത്ത് കൊടുക്കുമ്പോൾ സന്തോഷം കൂടും. പൈസ ഇല്ലാത്തപ്പോഴേ നമുക്ക് എന്ത് തോന്നുള്ളൂ? സക്കാത്ത് കൊടുക്കുന്നത് വലിയ അത്ഭുതമായി തോന്നും. ഓലൊക്കെ എത്ര കൊടുത്തു, അപ്പൊ അത്ഭുതം തോന്നായിരിക്കും. വേണം അമ്മക്കൊന്നായ പൈസ ഉണ്ടാകും, അമ്മക്കും കൂടി പൈസ ഉണ്ടായല്ലോ, അതിനിപ്പോ എന്താ, ഓൻ്റെ അടുത്തുണ്ടായി ഓൻ കൊടുത്തു, അല്ലെ? എനിക്ക് കഴിഞ്ഞു പറഞ്ഞു. അതേസരം അങ്ങനെ ദിക്ർ അങ്ങനല്ല. ദിക്ർ നിങ്ങൾ നിർവഹിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഈ പറഞ്ഞ മുതലാളിക്ക് പൈസ കൊടുക്കുക, പക്ഷെ ഇവിടെ കുത്തുന്ന ദിക്ർ നിർവഹിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, ഇല്ലേ? നിസ്കാരമൊക്കെ ഉണ്ടോ, ദിക്ർ ചെയ്യണേ എന്ത് വേണം? തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ നിർവഹിക്കണേ എന്ത് വേണം? ചില്ലറ ഈമാൻ പോരാ, മതിയോ? പോരാ. അപ്പോ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യം, പ്രതിഫലം അള്ളാന്റെ അടുത്ത് കിട്ടുക ദിക്ർ നിർവഹിക്കുക. അപ്പൊ ആ ദിക്ർ അള്ളാനോട് അടുക്കാനുള്ള വഴിയാണ്. പിന്നെ ഏറ്റവും വലിയ ദിക്ർ ഏതാ? അഫ്ളലു ദിക്ർ, ദിക്റിൽ ഏറ്റവും പരിശുദ്ധമായ പവിത്രമായ ദിക്ർ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. അതാണ് ഏറ്റവും വലിയ ദിക്ർ. നിങ്ങളൊന്ന് ഖുർആൻ എടുത്ത് നോക്കി, അപ്പൊ ഓർക്ക് വരും. 2 പേജ് ഓതിയാ മതി, ഓർക്ക് വരും. ഒരൊറ്റ മാസം കൊണ്ട് 2 പ്രാവശ്യം ഖത്തം തീർത്ത ആൾക്കാരൊക്കെ മുൻഗാമികൾ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആള് 2 പ്രാവശ്യം ഖത്തം തീർക്കും റമളാനിലെ. നമുക്ക് റമളാനിൽ 2 പേജ് ഓതാൻ കഴിയില്ല, അപ്പോഴേക്കും ഓർക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രോഗമാണ് നമുക്ക് ബാധിച്ച രോഗമൊക്കെ നമ്മളെ കീഴടക്കും, ഇല്ലേ? ഇപ്പൊ ഈ ഇരിക്കുന്നതിൽ എത്ര ആള് ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓതി ഇത്രയും ദിവസം കൊണ്ട്?
ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കിയില്ലേ, നിങ്ങൾ ഇപ്പൊ വേണമെങ്കിൽ ആ പൈസ ഒക്കെ സക്കാത്ത് കൊടുത്തില്ലേ, സദ്യം കൊടുത്തില്ലേ, അതൊക്കെ കൊടുക്കാം, ബുദ്ധിമുട്ടില്ല. പക്ഷേ അല്ലാഹ് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ ദിക്റുള്ള, നിങ്ങൾ അള്ളാഹുവിന് ദിക്ർ ചെയ്യണം. ദിക്റൻ കസീറൻ, ധാരാളം ദിക്ർ. നിസ്കരിക്കാൻ പറഞ്ഞോട്ട് ധാരാളം നിസ്കരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. 5 നേരത്തെ നിസ്കാരം ടൈം ഇത് പറഞ്ഞു. ദിക്ർ പറഞ്ഞപ്പോഴോ ഖുർആൻ ഒരിടത്തും ഇത്ര ദിക്ർ എന്ന് പറഞ്ഞില്ല. ദിക്റൻ കസീറൻ, ധാരാളം, അല്ലേ? ഉദ്കുറുല്ലാ ദിക്റൻ കസീറ. എന്നിട്ടോ വസബ്ബിഹൂഹു ബുക്രത്തൻ വാസീല, നിങ്ങൾ സബ്ബിഹൂഹു, അവനെ വാഴ്ത്തി പുകഴ്ത്തണം. സബ്ബിഹൂഹു ബുക്രത്തൻ വാസീല, പ്രഭാത പ്രദോഷങ്ങളിൽ തസ്ബീഹ് ചെയ്യുമ്പോൾ. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും കൂടി നമുക്ക് നോക്കാം. ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹ് പറയാ, അങ്ങനെ ചെയ്താൽ ഹുവല്ലദീ യുസല്ലി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയും. 2 ലോകത്തോട് ഇഹത്തിലും പരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ചൊരിയും. എന്ത് ചെയ്താൽ? ദിക്ർ ചെയ്താൽ. അത് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്, ആശംസയില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ കൽബ് തട്ടിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാണ്ടപ്പോ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാം? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എല്ലാരും കേൾപ്പിക്കുക, അല്ലേ? ശബ്ദത്തില് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാരും കൂടി ദിക്റല്ല. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. നിങ്ങളെ കൽബിൽ അല്ലാഹ് ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ അല്ലാഹ് കൽബിൽ ഉണ്ടാവണം. അങ്ങനെ നിർവഹിക്കാൻ കഴിയാം. അങ്ങനെ നിർവഹിച്ചാൽ ഹുവല്ലദീ യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. വ മലായികത്തു, അങ്ങനെ ദിക്ർ ചെയ്യുന്ന ഓരോ വിശ്വാസിക്കും വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയും. എപ്പോ? എന്താ പറഞ്ഞത്? ദിക്ർ നിർവഹിക്കാം, അല്ലെ? അപ്പൊ കേട്ടോ, തീർന്നില്ല, ഇനിയും പ്രതിഫലം തീർന്നില്ല. ലി യുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ദിക്ർ നിരന്തരമായി അള്ളാഹുവിനോട് അടുപ്പം കാണിച്ചുകൊണ്ട് ദിക്ർ നിർവഹിക്കുന്ന ഒരാൾ വഴിതെറ്റി പോകുമ്പോൾ അള്ളാഹു തിരുത്തി നേർവഴിയിലേക്ക്. ലി യുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് അവനെ വെളിച്ചത്തിലേക്ക് അല്ലാഹു കൊണ്ടുവരും. എപ്പോഴെങ്കിലും ദിക്റുള്ള ഒരാള് ഒരു ഇരുട്ടിലേക്ക് പോയി നിൽക്കുക, ഒരു കള്ളുടിയിലേക്ക് പോയി നിൽക്കുക, എന്നേക്കുമായി അവർക്ക് പോകാൻ കഴിയില്ല. അതല്ല അങ്ങോട്ട് കൊണ്ടുവരും. ലി യുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ശിർക്കിലേക്ക് നിരന്തരമായി പോകാൻ കഴിയില്ല. ഒരു തെറ്റും അവന് നിരന്തരമായി ചെയ്യാൻ കഴിയില്ല. അവൻ നന്മയിലേക്ക് വരും. എന്താ കാരണം? ഓനെപ്പോഴും അള്ളാഹുമായി ഒരു ദിക്റുണ്ട്, ഒരു ബന്ധമുണ്ട്. അതെല്ലാവർക്കും കിട്ടൂല. അപ്പൊ നോമ്പ് വെച്ചോണ്ടൊന്നും കിട്ടൂല. നോമ്പ് വെച്ചാൽ പട്ടിണി എടുക്കുക, വൈകുന്നേരം വരെ ഇരുന്നിട്ട്. ചിലവര് പറയും എനിക്കിപ്പോ ഷുഗർ നല്ല കുറവുണ്ട്, ചിലവര് പറയും കൊളസ്ട്രോൾ കുറവുണ്ട്, ചിലവര് പറയും ആരോഗ്യം കൂടിയതാണ്. അതിന്റെ തർക്കത്തിലാണ്. ഇവിടെ കൂടേണ്ടതല്ല, ലഅല്ലക്കും തഖ്തഖൂൻ, തഖ്വയാണ് കൂടേണ്ടത്. അത് കൂടിയോ പരിശോധിക്കാം. ഓരോ നോമ്പും തുറക്കുമ്പോ സന്തോഷം ഉണ്ടാവും, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നോമ്പുകാരന് 2 സമയത്തും എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. ഒന്നെപ്പോഴാ? ഇന്ദ ഫിത്രി, നോമ്പ് തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷം. മറ്റൊന്നോ ഇന്ദ ലിഖായി റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. ഈ നോമ്പിന്റെ പ്രതിഫലം വാങ്ങാൻ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ 2 സന്തോഷന്മാർക്കുണ്ടാവും, നോമ്പുകാരുണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നോമ്പ് നമുക്ക് ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ദിക്റുള്ള ഒരാളാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കലോട്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനെ വിളിച്ചു വരുത്തി ചോദിച്ചു, അലാ ഉനബ്ബിയുക്കും ബി ഖൈരി അഅമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമമായ പ്രവർത്തനം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനമുണ്ട്. ഹജ്ജുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, അല്ലെ? ഉംറണ്ട്, ഒരുപാട് ദഅവത്തുണ്ട്, ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏതാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നബി ചോദിക്കുക സഹാബത്തോട്, വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങൾ രാജാതിരാജനായ അള്ളാഹിന്റെ അടുത്ത് വഅസ്കാഹ, ഏറ്റവും പരിശുദ്ധമായതും ഏറ്റവും ഉത്തമമായതും അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായതുമായ പ്രതിഫലം എന്താന്ന് പറഞ്ഞിട്ട് വഅർഫഇഹാ ഫി ദറജാതിക്കും, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങളുടെ പദവി ഉയർത്തുന്ന ഒരു പ്രവർത്തനം ഏതാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ പ്രതിഫലം. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൈസ ചെലവാക്കുന്നതിനെ പറ്റി. അത് ചെലവാക്കുന്നതിനേക്കാൾ ഉത്തമമായ പ്രവർത്തനം. സ്വർണവും വെള്ളിയും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള ഒരു പ്രവൃത്തി ഞാൻ പറഞ്ഞു തരട്ടെ. പിന്നെ വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫയദ്രിബൂന അയനാഖഹു വയദ്രിബൂന അയനാഖക്കും,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളുമായി നിങ്ങൾ യുദ്ധം ചെയ്യുകയും അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ കഴുത്തും നിങ്ങൾ അവരുടെ കഴുത്തും വെട്ടുന്നു. അതിനേക്കാൾ ഉത്തമമായ പ്രവർത്തനം, അതിനേക്കാൾ പ്രതിഫലാർഹമായ ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞിട്ട് നബിന്റെ ചോദ്യം. അപ്പൊ സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, തീർച്ചയായും നബി അതിനേക്കാൾ ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്ന രാജാതിരാജന്റെ അടുത്ത് അതിനേക്കാൾ വിശുദ്ധമായ പരിശുദ്ധമായതായ പ്രവർത്തനം ഏതാണെന്ന് പറഞ്ഞായിരുന്നു. റസൂലുള്ളാഹിനോട് റസൂലുള്ള പറഞ്ഞു, ദിക്റുല്ലാഹ്, അതാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അല്ലെ? സ്വർണവും വെള്ളിയും വാരിക്കോരി ചെലവാക്കിനേക്കാളും മലീക്കിന്റെ അടുത്ത്, രാജാതിരാജനായ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രതിഫലാർഹമായ കാര്യം ദിക്റുല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഏത് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ ദിക്ർ ഇല്ലെങ്കിൽ അതിനൊരു കൂലിയില്ല. ഇപ്പൊ നമസ്കരിച്ചു, അതിൽ ദിക്ർ ഉണ്ടായില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടായില്ല, അങ്ങോട്ട് നിസ്കരിച്ചു 5 നേരം, കുറെ തർക്കിച്ചു. ഖിയാമുൽ ലൈലും തറാവിയും എത്ര എണ്ണം വെച്ച് തർക്കിച്ചു അല്ലെ? കുറെ പതാണുള്ള റംസാൻ നടക്കുക. മക്കത്ത് അങ്ങനെയാണ്, മദീനത്ത് ഇങ്ങനെയാണ്, പുതിയ അങ്ങനെയല്ല, ഇത്യാദി കുറെ തർക്കവും അല്ലെ? അല്ലാണ്ട് ആരും അള്ളയിട്ടൊരു ബന്ധം ഉണ്ടായില്ല. പിന്നെ കുറെ ആൾക്കാര് എങ്ങനൊക്കെ നിസ്കരിക്കുന്നതിന് ഇത് എങ്ങനൊക്കെ നുൽമാക്കാൻ കഴിയും, അത് വേറെ ടൈം. തറാവി നിസ്കരിക്കാൻ പള്ളിക്കലെത്തും, 8 നിസ്കരിച്ച് ചോൻ പോകും. അപ്പൊ ഇത് കണ്ടിട്ട് വേറെ കുറെ ആൾക്കാർ എന്നിട്ട് പിന്നെ അതായി തർക്കം. അല്ല, ആദ്യം 8 നിസ്കരിച്ചിട്ട് പിന്നെ നിസ്കരിച്ചാൽ മതിയോ ബാക്കി? ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല നിസ്കാരം. ആ നബി പഠിപ്പിച്ചിടാം. തർക്കായി. ഈ ജായി തർക്കണ്ടായതല്ലാണ്ട് ഇത്രയും ദിവസങ്ങൾ തറാവിയും തഹജ്ജുദും നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് അടുത്തോ ഉണ്ടോ? എന്താ പറയും? ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ഇതുണ്ടാവോ? ഈ തർക്കം ഉണ്ടാവില്ല. അള്ളാഹിന്റെ റസൂലിലേക്ക് അടുത്തല്ലേ ചെയ്യാൻ? അതുണ്ടായില്ല. റസൂൽ എന്ത് ചെയ്തു അന്വേഷിച്ചോ? ഇല്ല. നമ്മൾ ചെയ്തതിനെന്ത് കൂലിറ്റോ നോക്കിയോ? ഇല്ല. കാരണം നമ്മക്കതൊന്നല്ല ലക്ഷ്യം. നമുക്ക് റമദാൻ വന്നാ നോമ്പ് വെക്കണം, പെരുന്നാൾ എന്നാ പുതിയ കുപ്പായം വാങ്ങണം, ഏതെങ്കിലും ഈദ്ഗാഹിലൂടെയും പോയി കുത്തുന്നിട്ട് തക്ബീർ ഇടണം, എന്നിട്ട് വലിയ വമ്പത്തരം പറഞ്ഞ് നമ്മൾ നടത്തിയതാണ് ആ ഈദ്ഗാഹ്, നമ്മളെ ഈദ്ഗാഹാണത്, അത് വിജയിച്ചു. എന്ത് വിജയിച്ചു? ആര് വിജയിച്ചു? ഇവിടെ ആരാ തോറ്റ്? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ദിക്റില്ലെങ്കിൽ എല്ലാം ഒന്നും കിട്ടൂല. നോമ്പിന് ദിക്ർ വേണം, സദാസമയവും നിങ്ങളുടെ ഖൽബിൽ അല്ലാഹ് വേണം. നമ്മൾ എങ്ങനെ അത്താഴം കഴിച്ചാൽ വൈകുന്നേരമാക്കാനുള്ള ഫുഡ് ഏതാണ്? അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരുത്തർ വലിയ ടൈയോ കെട്ടി ഒരു ടെലസ്കോപ്പും തൂക്കി കുറെ ഡോക്ടർമാർ വരും, കുറെ ചെറുപയറുന്നോ എല്ലാം ഇങ്ങനെ അയച്ചു കൊടുക്കുകയില്ല. നോമ്പിന് നിങ്ങൾക്ക് ക്ഷീണം വരാണ്ടൊക്കെ ടെലസ്കോപ്പ് വെച്ചുണ്ടായെങ്കിൽ മൂപ്പര അവിടെ പരിശോധിക്കാൻ വന്നു. എന്താ വെച്ചാൽ അതാണ് മൂപ്പര ആയുധം. ഇതൊക്കെ നിഫാക്കിന്റെ അടയാളങ്ങളാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കുത്തുബയുടെ വഴി മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും ലക്ഷ്യം എന്താ വെച്ചാൽ ദിക്ർ ഉണ്ടാവലല്ല. ദിക്ർ ഉണ്ടായിട്ട് എല്ലാരേക്കാളും ഏറ്റവും കൂടുതൽ പ്രതിഫലം എനിക്ക് കിട്ടണമെന്നല്ല, എല്ലാരേക്കാൾ കൂടുതൽ കുഴപ്പമുണ്ടാക്കിയത് ആരാ അതാ നോക്കുക അല്ലേ? അത്തരം ദുർവൃത്തികൾ നമുക്ക് കിട്ടാൻ പാടില്ല. നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താ? ദിക്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ഏതാ? അഫ്ളലു ദിക്ർ. നിങ്ങൾ തന്നെ പഠിച്ചേക്കണം. അഫ്ളലു ദിക്ർ ഒരു പ്രാവശ്യം നാവുണ്ടെന്ന് പറഞ്ഞു നോക്കി. അഫ്ളലു ദിക്ർ ഖിറാഅത്തുൽ ഖുർആൻ. കിട്ടൂലേ പറയാ? അഫ്ളലു ദിക്ർ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. ഒരു പ്രാവശ്യം ഓതിയോ നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാന്റെ റസൂൽ പറഞ്ഞത് ദിക്റുള്ളേ, അതുകൊണ്ട് ആ ദിക്റിലേക്ക് നമ്മൾ കടക്കണം. ആ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ അത് പറഞ്ഞ കാര്യങ്ങള്? അലല്ലക്കും ഷഹ്റു റമളാൻ ഷഹ്റുക്കും ഹാദാ, അലല്ലക്കും ഷഹ്റുക്കും ഹാദാ, ഇതാ നിങ്ങൾക്ക് പരിശുദ്ധമായ റമളാനാകുന്ന മാസം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തണലിട്ടുന്നു. അലല്ലക്കും നിങ്ങൾക്ക് തണലിട്ടുന്നു, ഒരു തണല റമളാൻ. മാമറ അലൽ മുസ്ലിമീന ഷഹ്റുൻ ഖൈറുൻ ലഹും മിൻഹു. മുസ്ലിങ്ങൾക്ക് 12 മാസത്തിൽ റമളാനിനേക്കാളും പരിശുദ്ധമായ ഒരു മാസം ഇനി കടന്നു പോകാനില്ല. അത്രയും പരിശുദ്ധ. അതിന്റെ കാരണം അത്രമാത്രം ദിക്റുകൾ നിർവഹിച്ചിട്ടുണ്ടാവും. ഏറ്റവും പരിശുദ്ധമായ മാസം. എന്നാലോ വലാ യഅതി അലൽ മുനാഫിഖീന ഷഹ്റുൻ ശർറുൻ ലഹും മിൻഹു. മുനാഫിഖീങ്ങൾക്ക് പരിശുദ്ധ റമളാനിനെ പോലെ ഒരു പ്രയാസമുള്ള ഒരു മാസം ദുനിയാവിൽ വേറെയുണ്ടാവില്ല. മുസ്ലിങ്ങൾക്കോ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ മാസമാണ് റമളാൻ.
മുനാഫികൾക്ക് ഏറ്റവും വലിയ പ്രയാസം അല്ലേ? ആണോ? നിങ്ങൾ പരിശോധിച്ചു കേട്ടോ. ഓൾക്ക് ദിക്റും ഉണ്ടാവില്ല, നോമ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നോമ്പുണ്ടാവില്ല, പട്ടിണി എടുക്കൂലല്ല, പട്ടിണി കെടുക്കുണ്ടാവും, പട്ടിണി കെടുക്കും. വൈകുന്നേരത്തേക്ക് വേണ്ട വലിയ വലിയ വത്തക്ക വാങ്ങിക്കൊണ്ടേണ്ടാവും. എന്തെല്ലാം ഫ്രൂട്ട്സാ തിന്നുണ്ട്. ഉർമാമ്പഴ ഏതാ വേണ്ടിയത്, മുന്തിരി ഏതാ വേണ്ടത്, കാരക്ക ഓൽത് തിന്നാൻ പാടില്ല, ബൽത് തിന്നാ. സോഷ്യൽ മീഡിയയിൽ ഇൽമ ഇങ്ങനെ പഠിപ്പിക്കുക. മറ്റുള്ള ഫുഡ് തിന്നാൻ പാടില്ല, ഈ ഫുഡ് തിന്നണ്ട. കാരക്ക, മക്കത്തിന്റെ കാരക്ക ഉണ്ട്. മക്കത്തെ കാരക്ക എന്നാളാണ് അബൂജാഹിൽ. എന്ത് ലാഭമാണ് അതുണ്ടായതെന്ന് ചിന്തിക്കാനുള്ള കഴിവും മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു. എല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ടല്ലോ. ഇപ്പൊ എല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ടു ഈ മൊബൈൽ ഇറങ്ങിയത്. പെണ്ണുങ്ങള്, ഞാൻ ഡൈവോഴ്സിയാണ്, 5 കൊല്ലായി, എന്റെ അടുത്ത് പൈസ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ ഇന്ന കാലത്താൽ ഒഴിവായതാ, താല്പര്യമുള്ളവർക്ക് എന്നോട് കൂട്ടുകൂടാം, ഹായി ആയിട്ട് എനിക്ക് സന്തോഷമാവും. അങ്ങനെയുണ്ട് കച്ചവടം. നിങ്ങൾ നോക്കേണ്ടി, വെറുതെ പറയല്ല. അവരും പർദ്ദയും മത്തിയൊക്കെ ഇട്ട്, അതാ വേറെ മുസ്ലിങ്ങളെ പറയിപ്പിക്കാനായിട്ടുള്ള പർദ്ദ. മുമ്പൊക്കെ മുസ്ലിമാണ് എന്ന് അറിയിക്കാനുള്ളത്, ഇപ്പൊ മുസ്ലിമാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആയുധമായി അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒന്നും അതല്ല, നമ്മളുടെ പവിത്രമായിക്കോട്ടെ, മാണിക്യക്കല്ല് പോലത്തെ നോമ്പായിക്കോ. അപ്പൊ അതിനെന്ത് വേണം? ഈ നോമ്പിന്റെ അകത്ത് എന്തുണ്ടാവണം? അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ പൂർണ്ണമായി ഉണ്ടാവണം, ഖുർആൻ പാരായണം നിരന്തരമായി ഉണ്ടാവണം. അതല്ലാത്ത ഇതൊന്നും നമുക്ക് വേണ്ട കേട്ടോ. അങ്ങനെ ആ നിലക്കുള്ള വിശുദ്ധി നമ്മൾ നിലനിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നമുക്ക് സന്തോഷം കിട്ടണം. എപ്പോ? ഒന്ന് നോമ്പ് തുറക്കുമ്പോ ഇന്നത്തെ അള്ളാഹ് കബൂലാക്കും അല്ലെ? രണ്ടാമത്തേതോ അള്ളാഹു കബൂലാക്കിയിട്ട് അതിന്റെ പ്രതിഫലം തരുമ്പോ ആ സമയത്ത് നമുക്ക് എന്ത് വേണം? സന്തോഷം ഉണ്ടാകും. ഈ 2 സന്തോഷവും നമുക്ക് ലഭ്യമാക്കണം. ആ നിലക്കുള്ള നോമ്പായിക്കാൻ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മത്സരിക്കണം. സാരിയുല മഗ്ഫിറത്തിൻ റബ്ബി, റബ്ബിന്റെ പാപമോചനം കിട്ടാനും സ്വർഗത്തിനും വേണ്ടി നിങ്ങൾ മത്സരിക്കണമെന്ന ഖുർആന്റെ ശബ്ദം കേട്ടോ. സൂറത്ത് അങ്കബൂത്തിൽ അള്ളാഹു പറഞ്ഞു, ഉത്തുലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, മുഹമ്മദെ വിശുദ്ധ ഖുർആനിൽ ഞാൻ നിനക്ക് ഓരിത്തന്നത് നീ ഓതണം. നബി ഓതണം. അങ്ങനെ ഖുർആൻ നബി ഓതണം. ഉത്തുലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ്. എന്നിട്ടോ അഖീമിസ്സലാത്ത്, നമസ്കാരം നടത്തണം. ഖുർആൻ ഓതണം. നബിനോടാ പറഞ്ഞത് നീ ഖുർആൻ ഓതണം, നിസ്കാരം നിലനിർത്തണം. പിന്നെ ഇന്ന സലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിന്റെ നിസ്കാരം നീചവും നികൃഷ്ടവുമായ എല്ലാ വാക്കും പ്രവൃത്തിയും ശുദ്ധമായി അല്ലേ നിസ്കരിക്കാൻ. ആരോടാ പറഞ്ഞത്? നബിനോട്. വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചവും നികൃഷ്ടവുമായ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒന്നും ഉണ്ടാകാൻ പാടില്ല, എന്നാലേ നിസ്കരിക്കണം. ആരോടത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്നിട്ട് ആ ആയത്ത് അവസാനിക്കുക പറയാ, വല ദിക്റുല്ലാഹി അക്ബർ, ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ കാര്യം ദിക്റുള്ളയാണ്, അള്ളാഹിനെ ഓർക്കല. നിസ്കരിക്കുമ്പോ അള്ളാഹിനെ ഓർത്തെങ്കിലേ ഉണ്ടാവുള്ളൂ. ഇത് അല്ലാണ്ട് ജുമാക്ക് വന്നതുകൊണ്ടോ ഖുത്ബ കേട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അള്ളാഹുലേക്ക് അടുക്കണം. അതിനുവേണ്ടി ശ്രമകരമായ പ്രവർത്തനം നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ദാക്കിറുല്ലാഹി ഫി റമളാൻ, റമളാനിൽ നിങ്ങൾ അള്ളാഹനെ ദിക്ർ ചെയ്താൽ മഗ്ഫൂറുല്ല, നിങ്ങൾക്ക് മാപ്പ് അള്ളാഹു തരും. അങ്ങനെ നിങ്ങൾ അള്ളാഹനെ ദിക്ർ ചെയ്താലേ അള്ളാഹു കഴിഞ്ഞു പോയ ഇന്നലകളിലെ തെറ്റുകൾ മാപ്പാക്കും. ഇനി അതിലും വലിയ ലാഭം എന്താ? മരിക്കുമ്പോ ഒന്നും ഇല്ലാതെ പോവാലോ അല്ലേ? ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത ആള് നമ്മളെ ജീവിതത്തിൽ നമ്മളിപ്പോ അത്ര വലിയ പരിശുദ്ധമായിട്ട് ജീവിച്ചു വളർന്നൊന്നല്ലാണോ? ഇത്രയും കാലത്തിനടുത്ത് എന്തെല്ലാം തെറ്റുണ്ടാവും, എവിടൊക്കെ ഏതെല്ലാം രംഗത്തുണ്ടാവും, കണക്കൂട്ടാൻ കഴിയും. തെറ്റ് ഇല്ല. എന്നാലോ മാപ്പ് തരാൻ ആർക്ക്? റമളാൻ മാസം ദിക്ർ ചെയ്യുന്ന, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുന്നവൻക്ക് ഫി റമളാൻ, റമളാനിൽ, മറ്റു മാസങ്ങളിൽ ഇല്ലെന്നല്ല, റമളാനിൽ പ്രത്യേകം. റമളാനിൽ ദിക്ർ ചെയ്യുന്നവർക്ക് മഗ്ഫൂറുല്ല, അള്ളാഹു മാപ്പരുണ്ട് കേട്ടോ. പിന്നെ വസായിലുല്ലാഹി ലാ യഖീൻ, നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചാൽ നിരാശരാവേണ്ടി വരും. നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചാൽ, റമളാൻ നോമ്പുകാരൻ ചോദിച്ചാൽ നിരാശരാവേണ്ടി വരില്ല, തരുമല്ല കേട്ടോ. അതുകൊണ്ട് ആ നിലക്ക് അള്ളാഹു തണലിട്ട് വന്നിരിക്കുന്ന മാസമാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മാസമാണ്. ഈ മാസത്തെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ റബ്ബിലേക്ക് പോകുമ്പോൾ അതെല്ലാം പ്രതിഫലമായി ലഭിക്കുന്ന തരത്തിലായിത്തീരണമെന്ന് പ്രത്യേകം ഉണർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ
ഒരു ചോദ്യം നബിയോട് ചോദിച്ചു, സഹാബത്തിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ക്ലാസ് എടുക്കാറുള്ള ചോദ്യത്തിലൂടെ. ഞങ്ങളോട് ചോദിക്കാറുണ്ട്, പക്ഷെ നിങ്ങൾ ഉത്തരം തരൂല്ലോ. അങ്ങനെയുള്ള ക്ലാസ്സാണ് നിങ്ങൾ വരൂല്ലല്ലോ. നിങ്ങളിപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്? നിങ്ങൾക്ക് കേട്ടാ മതി, ഞാൻ പറഞ്ഞാലും മതി. ഞാൻ നേരെ മറിച്ച് എടുക്കുകയും അടുത്ത വെള്ളിയാഴ്ച ചോദ്യം എന്താ പറഞ്ഞാൽ നിങ്ങള് പള്ളിയിലേക്ക് വരുമോ? ഒറ്റൊന്നും ഉണ്ടാവില്ല, എല്ലാം പരയ്ക്ക് പോകും. അങ്ങനെ നിങ്ങളെ കൊണ്ടാവില്ല, നിങ്ങളെ കൊണ്ട് തന്നെ ആവുള്ളൂ. കേൾക്കാം അല്ലേ? എത്രയാണെങ്കിലും അന്ന് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അന്ന റജുലൻ സഅല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, അന്ന റജുലൻ സഅല അയ്യിൽ മുജാഹിദീന അഅ്ലമു അജ്റൻ യാ റസൂലല്ലാഹ്. ജിഹാദിൽ ചെയ്യുന്ന ആളുകൾ, നമ്മളൊക്കെ ജിഹാദ് ചെയ്യുന്ന ആളാണ്, മുജാഹിദാണ്. അയ്യിൽ മുജാഹിദീൻ അഅ്ലമു അജ്റൻ, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മുജാഹിദ് ആരാണ്? ഏറ്റവും കൂടുതൽ. ഫഖാല, നബി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തആല ദിക്റൻ, ധാരാളമായി തന്റെ ജിഹാദ് വേളകളിൽ അള്ളാഹ്ക്ക് വേണ്ടി ധർമ്മസമരം ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ദിക്ർ മനസ്സിനെ സ്വാധീനിച്ച ആള് ആരാണോ ഓർക്കുക ഏറ്റവും കൂടുതൽ ദിക്ർ അള്ളാന്റെ ദിക്റായിരിക്കട്ടെ. ഞാനാണ് അത് ചെയ്ത് അതൊന്ന് വരുത്താൻ വേണ്ടിയല്ല, അതുകൊണ്ടാണ്. പിന്നെ അപ്പൊ ചോദ്യകർത്താവിന്റെ അടുത്ത ചോദ്യം, അയ്യു സാഹിബിൻ അഅ്ലമു അജ്റ, അള്ളാഹുവിന്റെ പ്രവാചകര് നോമ്പ് നോൽക്കുന്നുണ്ട് എല്ലാവരും, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നോമ്പേതാ? ഫഖാല, നബി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, നോമ്പുള്ള സമയത്ത് അള്ളാഹിനെ ഏറ്റവും കൂടുതൽ കൽബിൽ ദിക്ർ കൊണ്ടു നടത്താണ്. സഹാബത്ത് അങ്ങോട്ട് ചോദിക്കുക. ഫഖാല, അപ്പൊ വീണ്ടും ചോദ്യകർത്താവ് ചോദിച്ചു. അപ്പൊ റസൂൽ എന്ത് പറഞ്ഞു? സുമ്മ ദക്കറ ലഹു സ്വലാത്ത് വസ്സകാത്ത് വൽ ഹജ്ജ്, പിന്നെ ചോദ്യകർത്താവ് നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, വസദഖ, സദഖ എന്നീ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ആർക്കാ കിട്ടുക? കുല്ലു ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാത്തിനും നബി മറുപടി പറഞ്ഞു, അക്സറുഹും ലില്ലാഹി ദിക്റ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്തു. അപ്പൊ ഹജ്ജിൽ എന്ത് വേണം? അള്ളാഹിനെ ഏറ്റവും കൂടുതൽ ദിക്ർ വേണം. സദഖ കൊടുക്കുമ്പോൾ എന്ത് വേണം? അള്ളാഹിനെ കൂടുതൽ ദിക്ർ വേണം. സക്കാത്ത് കൊടുക്കുമ്പോൾ അത് വേണം. ഹജ്ജ് ചെയ്യുമ്പോൾ അത് വേണം. എന്നാലേ കൂലി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജിന് അങ്ങോട്ട് പോവാ, ഉംറക്ക് പോവാ, പ്ലെയിനിൽ കയറാ, ടിക്കറ്റ് ഒക്കെ റെഡിയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുമ്പോൾ എന്താ നമ്മള് പറയല്? നിങ്ങൾ കൂലി കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഇത് കൊണ്ടുപോകണോ എന്താ പറയില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖപ്രദമായ താമസല ഹറമിന്റെ തൊട്ടടുത്ത് ഒരു അടി പോലും നടക്കണ്ട പള്ളിയിലേക്ക്. അപ്പൊ അതിന്റെ കൂലിയൊക്കെ പോയി. ഹറമിന്റെ തൊട്ടടുത്ത് താമസം, കേരള ഭക്ഷണം പോരെ. അത് ഇവിടെ ഒരു കിട്ടായിട്ട് പോയതാണല്ലോ കേരള ഭക്ഷണം. കേരള ഭക്ഷണം കിട്ടാൻ കടപ്പുറത്തേക്കാട്ട് പോയാൽ പോരെ. അതിന് മക്കത്തേക്ക് വീസൽ നോക്കണം. അതാ കാരണം എന്താ? അങ്ങനെ കിട്ടുമെന്നാണ്. അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പോവുള്ളൂ. ഹജ്ജിന് ക്യാബിലെടുത്ത് താമസം വേണം, ഫുഡൊക്കെ നല്ല കേരള ഫുഡ്, പിന്നെ അയക്കോറ പൊരിച്ചത്, അതൊക്കെ കോഴിക്കോട് നിന്ന് ആളുകളെ കുക്കിനെ കൊണ്ടുപോകാൻ വേണ്ടതാണ്. അങ്ങനെ പറഞ്ഞു. ഇതൊന്നും ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. സോഷ്യൽ മീഡിയ മുഴുവൻ അതാ കച്ചവടമുള്ള പരിപാടി. അല്ലാണ്ട് എബന്റെ മയ്യത്തിന് എന്തെങ്കിലും കിട്ടണമെന്ന് ഓൻ വിചാരിക്കില്ലല്ലോ. ഓൻക്ക് ഓരോ ട്രാവൽ ഏജൻസി നന്നാക്കലാ പറ്റില്ല അല്ലേ? നമ്മൾക്കോ നമ്മളും ഓനെ നന്നാക്കണോട്ടെ, നമുക്ക് നമ്മളെ നന്നാക്കണോട്ട് നമ്മളില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മാറ്റുന്നത്. കുറച്ച് പണിയുണ്ടാവും, നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. ഇതിന്റെ ആളുണ്ട് നിൽക്കറിയില്ല, ട്രാവൽസിന്റെ. വേറൊരു പണി ഇല്ലപ്പോ അയാൾക്ക്. ഇനിയിപ്പോ എല്ലാം കൂടി നമ്മളെ എത്തേക്കാം. റമദാനായിട്ട് ഊപ്പരിപ്പോ അബിളെ എത്തേക്ക് എടുക്കുക, നിങ്ങളെ എത്തേക്ക് എടുത്തല്ല, ഞാൻ തന്നെ ആരെ മേത്തേക്ക് എടുക്കാൻ കഴിയാൻ നടക്കുക. നിങ്ങളൊക്കെ ദ്വാ കൊണ്ടാ ഞാൻ തന്നെ നീച്ചേർക്കുന്നത്. പക്ഷെ എനിക്കറിയാം, എന്റെ പള്ളിയിൽ ജുമാക്ക് വരുന്ന 99 അരക്കാൽ ആളുകളും അള്ളാഹിന്റെ ദീൻ കേൾക്കണം, പകർത്തണം എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വരുന്നവരാണ്. കാരണം 12:40 അവിടെ ജുമാ, പിരിയുമ്പോഴും വൈകും, തുടങ്ങുമ്പോഴും വൈകിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകൾ ആ ഒരു സന്തോഷത്തോടെ വരുന്നത്, കേൾക്കണം, പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ കൂടുതൽ ആളുകളും അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നവരുമാണ്. സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? അക്സറുഹും ലില്ലാഹി ദിക്റ, ഏറ്റവും കൂടുതൽ ഈ എല്ലാ ഇബാദത്തിലും അള്ളാന്റെ അടുത്ത് കൂടിയിട്ട് എന്ത് വേണം? ദിക്ർ വർദ്ധിക്കണം. ഇത് കേട്ടപ്പോ ഫഖാല അബൂബക്കർ, ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ആരോട്? ഇല്ലയോ ഉമറില്ലാനു. ഫഖാല അബൂബക്കർ ഇല്ലയോ ഉമറില്ലാനു, ദഹബ ദാക്കിറൂൻ, ദിക്ർ നിർവഹിച്ചവർ കൊണ്ടുപോയി ലിക്കുല്ലി ഖൈരിൻ, എല്ലാ നന്മകളും ദിക്ർ നിർവഹിച്ചോളൂ. നിസ്കരിച്ചോളും ഉണ്ടായിരുന്നല്ല,
സക്കാത്ത് കൊടുത്തവർ കൊണ്ടുപോയിരുന്നല്ല, ഹജ്ജ് നിർവഹിച്ചവർ കൂലി കൊണ്ടുപോയിരുന്നല്ല, എല്ലാ കൂലിയും കൊണ്ടുപോയി ആര്? ഈ രംഗം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇത് പറഞ്ഞ കേട്ടപ്പോൾ റസൂല പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജൽ, പറഞ്ഞു ശരിയാ, ഒരു കൊണ്ടുപോയി ദിക്റിൽ. അതുകൊണ്ട് എന്ത് വേണം? ചുരുക്കപ്പം ഇന്നത്തെ നമ്മളെ ഖുതുബന്റെ മെയിൻ ലക്ഷ്യം എന്താ? വെള്ളിയാഴ്ചത്തെ ഖുതുബായാലും നിസ്കാരായാലും ദഅവത്തായിരുന്നാലും എന്തായിരുന്നാലും എല്ലാത്തിന്റെ ഉള്ളിൽ എന്തായാലും ദിക്റുണ്ടാണ്. ഖുർആൻ ഓതുമ്പോഴാണെങ്കിലും ആരെങ്കിലും ഞാൻ ആയത്ത് ഓതുന്നതെന്ന് കേൾക്കാൻ നിൽക്കണ്ട, നിങ്ങൾ അള്ളാന്റെ ദിക്ർ കൽബിൽ വെച്ചാൽ മതി. അപ്പൊ പ്രതിയുണ്ടോ ആ നിലക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് ദിക്റോടുകൂടി ഇബാദത്ത് ചെയ്ത് എല്ലാ ഇബാദത്തുകളും അള്ളാഹു കബൂൽ ചെയ്യുകയും എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ ഇബാദത്തിന്റെ പ്രതിഫലം ലഭ്യമാവുകയും ചെയ്യുന്ന മുത്തഖീങ്ങളായ മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പാപം പുറത്തു കൊടുക്കുകയും ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റി അള്ളാഹു വിശദമായ ഒരൊറ്റ ആയത്തിൽ വ്യക്തമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത് സൂറത്തുൽ അഹ്സാബിലാണ്, 35-ാമത്തെ ആയത്ത്. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്ത്. ആ സൂറൊക്കെ പഠിച്ചോലിക്കൂട്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ പഠിപ്പിച്ച എന്റെ പഠിതാക്കളുടെ ഈ സൂറ 35-ാമത്തെ ആയത്താണ് പറഞ്ഞത്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ വിഷയത്തിന് ഒരു കൺക്ലൂഷൻ കൊടുക്കണം. ദിക്ർ നിർവഹിക്കുന്ന ആളുകൾക്ക്, ദിക്റുള്ള ആളുകൾക്ക്, അള്ളാഹിനെ കുറിച്ചുള്ള ബോധമുള്ള ദിക്റുള്ള ആളുകൾക്ക് എല്ലാരേക്കാളും കൂടുതൽ പ്രതിഫലം ഉണ്ടാവും. അതില്ലെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. ചുരുക്കം അല്ലേ? അതിലിപ്പോ നമ്മൾ ഇതുവരെ കേട്ട് ഓക്കെ. അതുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കേണ്ട ആരാ? ഞാനും നിങ്ങൾ തന്നെ. അല്ലെ ദിക്റുണ്ടായിരുന്നോ അതോ ആളെ കാണിക്കാനായിരുന്നോ? ഏത് കാര്യവും, നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ആളെ കാണിക്കാനാണോ അതോ ദിക്റുണ്ടായിരുന്നോ നോക്കുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സബക്കൽ മുഫരിദൂൻ, മുഫരിദുകൾ വിജയിച്ചു. സബക്കൽ മുഫരിദൂൻ, മുഫരിദുകൾ വിജയിച്ചു. ഖാലു, സഹാബത്ത് ചോദിച്ചു ഒമൽ മുഫരിദൂൻ, ആരാണ് നബിയെ മുഫരിദുകൾ? ആരാണ് നബിയെ മുഫരിദ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദാക്കിറൂനല്ലാഹ കസീറൻ വദാക്കിറാത്ത്, ധാരാളമായി ദിക്ർ നിർവഹിച്ച പുരുഷന്മാരും ധാരാളമായി ദിക്ർ നിർവഹിച്ച സ്ത്രീകളും. ദാക്കിറൂനല്ലാഹ വദാക്കിറാത്ത്, രണ്ടും നിർവഹിച്ച ആണും പെണ്ണും. ഒരാണ് ആര്? മുൻഫരിദ്. മുൻഫരിദ് എന്ന ഒറ്റപ്പെട്ടവർ, അതിന്റെ അർത്ഥം മുൻഫരിദ് അല്ലെ? സബക്ക ഒല വിജയിച്ചു. ഈ വിഭാഗം ആളുകൾ ഒറ്റപ്പെട്ടവരെ ഉണ്ടാവുള്ളൂ, മറ്റൊക്കെ ഭൂരിപക്ഷം ഉണ്ടാവും അല്ലെ? അള്ളാഹിനെ കൽബിൽ സൂക്ഷിച്ച് ഇബാദത്ത് ചെയ്ത ആൾക്കാർ ഒറ്റപ്പെട്ടവരെ ഉണ്ടാവുള്ളൂ. അതിലടുത്ത ഒരാളെ കിട്ടുമായിരിക്കും അല്ലെ? അതാരാ? ആ ഒറ്റപ്പെട്ടവർ ഓലാണ് ജയിച്ചു പറഞ്ഞു. അപ്പൊ അതാരാ നബിയെ ആ ഒറ്റപ്പെട്ടവർ? നബിന്റെ മറുപടി അള്ളാഹിനെ ധാരാളമായി ഓർക്കുകയും ചെയ്ത ആണും പെണ്ണും അവരാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചവർ. ഇനി നമുക്കൊരു 35-ാമത്തെ ആയത്ത്, ആയത്തോട് കേട്ടു നോക്കിയത് എന്താ പറഞ്ഞത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, തീർച്ചയായും ജീവിതം അള്ളാഹിന് സമർപ്പിച്ച പുരുഷന്മാരും വൽ മുസ്ലിമാത്ത് സ്ത്രീകളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വിനയപൂർവ്വം ജീവിച്ച, അള്ളാഹ്ക്കും ഭർത്താവിനും സമൂഹത്തിലും ഒക്കെ എപ്പോഴുള്ള ആരും വിനയമുള്ളവരല്ലാണോ? ഈ ഒരൊറ്റ ആയത്തിന്റെ കഷ്ണം വിശദീകരിച്ചാൽ ഇന്നും മുഴുവൻ വിശദീകരിച്ചാൽ മതി. അവിടെ ഇപ്പൊ ആരും വിനയം കാണിക്കില്ലല്ലോ കേട്ടോ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും വിനയമില്ല ഉണ്ടോ? നമ്മളെ പോലെയുള്ള എല്ലാ ആൺകുട്ടികളും നമ്മൾക്ക് ഉള്ളോണ്ട് സ്നേഹമില്ല. നമ്മളെ പെൺകുട്ടികൾ അത്രയില്ല. ആര് പറഞ്ഞാലും എടുക്കൂല അല്ലെ? എന്തായാലും കാരണം ഒരു കാനിത്തല്ല. ഒരു പറയുന്നത് ഞാൻ ആർക്ക് വേണ്ടി കാനിത്താവണം? ഞാൻ അള്ളാഹ്ക്കും കാനിത്താവില്ല, വിനയപ്പെടൂല, രക്ഷിതാക്കൾക്കും ഉണ്ടാവില്ല. അതിന്റെ കാരണം, മെയിൻ കാരണക്കാര് നമ്മൾ തന്നെ കേട്ടോ. അതിലേക്ക് അപ്പൊ കിടക്കുന്നില്ല. രക്ഷിതാക്കൾ തന്നെയാണ് കാരണം. വളരെ മോശപ്പെട്ട മക്കളെ വീട്ടിൽ തിന്നാൻ കൊടുത്ത് പോറ്റി വളർത്തിയത് നമ്മൾ തന്നെ, പുറത്താരുമല്ല. നമ്മൾ ഓരുടെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും എന്തായാലും വേണ്ട നമ്മളത് നിറവേറ്റി കൊടുക്കും. നമ്മൾ എങ്ങനെ നയിച്ചാൽ വേണ്ട, എത്ര കഷ്ടപ്പെട്ടാൽ വേണ്ട. അങ്ങനെ അവരുടെ ഡ്രസ്സും കോലും രൂപവും ഒക്കെ മാറി അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. ചില ആൾക്കാർ കൊണ്ട് പറഞ്ഞ
മോളോട് മൗലവി ഇങ്ങളൊന്ന് പറയോ, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. ഒരു ബാപ്പ പറയാ, മൗലവി പറയാൻ, ഏതോ ഒരു മൗലവിനോട്, എന്നോടൊന്നും അങ്ങനത്തെ ഒന്നും പറയില്ല കേട്ടാരും, എന്നോടൊന്നും ആരും അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ പല മൗലവിമാരോട് ഇത് പോയി പറയുന്നുണ്ട്. ഉസ്താദിനോട് പറയാന്നറിയാം, മദ്രസകളിൽ അല്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, പറഞ്ഞൊരു വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ തന്നെയാണല്ലോ ഇതെന്ന്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല, കാരണം ആ നിലക്ക് നിങ്ങൾ വളർത്തിയിട്ടില്ല. അതുപോട്ടെ. അപ്പോ വൽ കാനിത്തീന വൽ കാനിത്താത്ത്, വിനയമുള്ള ആണും പെണ്ണും, വസ്സാദിഖീന വസ്സാദിഖാത്ത്, സത്യം പറയുന്ന പുരുഷന്മാരും സ്ത്രീകളും. ഇതൊക്കെ എണ്ണം വളരെ കുറവായിരിക്കും. ഞാൻ ഓരോരുത്തരും എണ്ണിയല്ലേ, സത്യം പറയുന്ന നമ്മള് കുറവല്ലേ, ആണും പെണ്ണും. പിന്നെ വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമാശാലികളായ പുരുഷന്മാരും ക്ഷമാശാലിനികളായ സ്ത്രീകളും. വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പുരുഷനും ഭയപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളും. വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത്, ദാനധർമ്മം നിർവഹിക്കുന്ന പുരുഷന്മാരും ദാനധർമ്മം നിർവഹിക്കുന്ന പെണ്ണുങ്ങളും. വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പനുഷ്ഠിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. വൽ ഹാഫിലീന ഫുറൂജഹും വൽ ഹാഫിലാത്ത്, ജനേന്ദ്രിയം കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. വദ്ദാക്കിരീനല്ലാഹ കസീറൻ, ധാരാളമായി അള്ളാഹിനെ ദിക്ർ ചെയ്യുന്ന ആണും. വദ്ദാക്കിറാത്ത്, പെണ്ണും. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, ഈ രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മരിച്ചു എന്നാൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അഅദ്ദല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു മഗ്ഫിറത്തൻ, പാപമോചനവും, വഅജ്റൻ അലീമൻ, ഭയങ്കരമായ പ്രതിഫലം. ആ പാപമോചനവും പ്രതിഫലവും കരസ്ഥമാക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് പരിശുദ്ധ റമളാന്റെ മഹത്തായ മഹലായ പകലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ.